ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, മണിക്കുട്ടൻ അതിന്റെ പേര് മണിക്കുട്ടാന്നല്ലല്ലോ. പേര് കല്യാണം ആലോചിച്ച് വരുമ്പോ മണിക്കുട്ടന് വേണ്ടി ആലോചിക്കരുത്, അവന്റെ പേര് ഇതല്ല. എന്റെ മണിക്കുട്ടന് വേണ്ടി ആലോചിച്ച് വന്നാൽ ആരും ശരിക്കും പേരുണ്ട് കേട്ടോ. ഞാൻ അമൃത ചാനലിന്റെ പ്രോഗ്രാമിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്റെ പേര് എനിക്കൊരു സെന്റിമെന്റ്സ് ആണ് പറഞ്ഞു. കാരണം ഈ മണിക്കുട്ടൻ എന്നുള്ള പേര് എനിക്ക് തന്നെ ഇട്ട പേരാണ്. പക്ഷെ അതിനൊരു ഓമനത്വം ഉണ്ട് കേട്ടോ. ഒരു ഞാൻ പറയത്തില്ല എപ്പോഴും ഒരു അനിയനോടുള്ള ഒരു നമ്മളൊരു എന്താ പറയാ കൊഞ്ചിക്കുക, നമ്മുടെ അനിയനെ ഒന്ന് സ്നേഹിക്കാനൊക്കെ ആകുമ്പോ കുട്ട എന്നൊക്കെ വിളിച്ചല്ല ചെയ്യിക്കാം, അതുപോലെ കേട്ടോ. പക്ഷെ ഈ മണിക്കുട്ട എന്ന് വന്നത് ശരിക്കും അങ്ങനെ വന്ന പേരാണ്. ഇല്ല ചേച്ചി, അങ്ങനെ വന്നതല്ല. ഇതെന്റെ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ചേച്ചിമാരെല്ലാം അച്ഛനും അമ്മയുള്ളതാണ്. ഞാൻ അച്ഛനും അമ്മയുടെ പേരാണ്. കാരണം എന്റെ പപ്പ ജോലിക്ക് ചെയ്യുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചതൊക്കെ. അപ്പം ആ ജോലിക്ക് ഇങ്ങനെ സമയത്താണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ അവിടെ ഉള്ള ഒരു ആന്റിയുടെ പേരാണ് മണി. അപ്പൊ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അത്യാവശ്യ സഹായങ്ങൾ പപ്പയ്ക്കും അമ്മയും കൊടുത്തുകൊണ്ട് അവർക്ക് ആ നന്ദിയുടെ പേരിലാണ് മണിക്കുട്ടൻ നമ്മൾ പണ്ടത്തെ ഇത് ചെയ്യാറ്. തീർച്ചയായിട്ടും. അപ്പം ഞാൻ കുറച്ചു കാലം അവിടെ നിന്നാണ് പഠിച്ചത്. എന്റെ 2ാം ക്ലാസ് തൊട്ട് ഒരു 11 ഒക്കെ വരെ അവിടെ നിന്നാണ് പഠിച്ചത്. അപ്പം ഞാൻ എന്റെ ഈ മണിക്കുട്ടൻ എന്നുള്ള പേര് ഇപ്പൊ തോമസ് ജെയിംസ് എന്നാണ് എന്റെ യഥാർത്ഥ പേര്. ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂ പറഞ്ഞതുപോലെ അതൊരു ഹിന്ദു ഫാമിലിയാണ്. അപ്പോൾ ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ ജാതിമത ചിന്തകളെക്കാൾ അപ്പുറത്ത് മനുഷ്യരെ സ്നേഹിക്കുന്നതും സഹായിക്കുന്നതും ചെയ്യുന്ന ഒരു ഇതുണ്ട് ഈ പേരിന്. അപ്പൊ നാളെ ഞാൻ ഇനിയിപ്പോ എന്തൊക്കെ നേടാം, എന്നെ സംബന്ധിച്ച് അവരോട് നേടിയിട്ടുണ്ട്. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് കാണുന്നവരെ ഈ സക്സസിന്റെ അളവുകോല് വെച്ച് നടക്കുന്നവരെ സംബന്ധിച്ച് എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേരിനെ കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ മണിക്കുട്ടൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് എല്ലാം, അടുത്ത ഫ്രണ്ട്സ് എല്ലാവരും എന്നെ മണിക്കുട്ടനാണ് വിളിക്കുന്നത്. എന്റെ വീട്ടിലെല്ലാവരും മണിക്കുട്ടാണ്. എനിക്ക് തോമസ് എന്നുള്ള പേരറിയില്ല. തോമസ് എന്നുള്ള പേര് ഞാൻ വന്ന നാൾ മുതൽ എല്ലാവരും ഞാൻ പറയുന്നുണ്ട്. എന്റെ പേര്, എന്റെ ഒഫീഷ്യൽ നെയിം തോമസ് എന്നാണ്. പക്ഷെ ആരും വിളിക്കത്തില്ല, എല്ലാരും നിന്നെ മണിക്കുട്ടനെ വിളിക്കും. ഞാൻ അതുകൊണ്ടല്ല ആ പേരിട്ടത്. എല്ലാരും അതേ വിളിക്കുള്ളൂ. ഇനിയിപ്പോ തോമസ് ആണ് എന്റെ പേര് വിളിക്കുന്നു പറഞ്ഞാൽ പോലും ആരും വിളിക്കാൻ പോകുന്നില്ല. എല്ലാരും വിളിക്കാൻ പോകുന്ന മണിക്കുട്ടാന്നാ വിളിക്കാൻ പോകുള്ളൂ. എനിക്ക് എന്നെ അങ്ങനെ വിളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മകൻ ഡയറക്ഷനിലേക്ക് ഇറങ്ങിയില്ല, എന്താണ് സംഭവം? അത് ഈ പറഞ്ഞ പോലെ BBA MBA എന്തൊക്കെയോ ഡിഗ്രി എടുത്ത് 3rd റാങ്കും എടുത്ത് എല്ലാം കഴിഞ്ഞപ്പം ഏട്ടൻ ചോദിച്ചു, മോനെ പഠിത്തം എല്ലാം കഴിഞ്ഞു, ഇനി എന്താ ഉദ്ദേശം, ജോലിക്ക് പോകുന്നുണ്ടോ? അച്ഛൻ്റെ പാഷൻ സിനിമയാണ്. ആഹാ, അപ്പൊ ഇത്രയും നേരം പഠിച്ച് ഈ 3rd റാങ്ക് ഒക്കെ മേടിച്ചു തന്നെ അച്ഛന് പറഞ്ഞല്ലേ പഠിച്ചൊരു ഡിഗ്രി നമ്മുടെ കയ്യിൽ. അമ്മയ്ക്കും അച്ഛനും വേണ്ടി. അത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുണ്ടാക്കിയ സ്വത്ത്. പിന്നെ ഈ ക്രിക്കറ്റ് കളിയൊക്കെ എന്തായി, പിന്നെ അത് വിട്ടോ? ചേച്ചി, ഞാൻ ഇപ്പൊ കഴിഞ്ഞ സീസൺ കളിച്ചില്ല, എന്റേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ സീസൺ ക്രിക്കറ്റ് കളിച്ചില്ല. ഇത് നമുക്ക് സംഭവം അറിയാൻ പറ്റും, നമുക്ക് ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് നമുക്ക് ക്രിക്കറ്റ് ഇതെല്ലാം നടക്കുന്ന ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ബാക്കിയുള്ള ടീമുകൾക്ക് ഇപ്പൊ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ വലിയ വീരവാദം അടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ ആദ്യത്തെ കുറേ ദിവസം നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നു, നല്ല ജയിച്ച് നമ്മളൊരു ഫൈനൽ വരെ എത്തിയ ടീമുകളുണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴത്തേന് പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ എല്ലാ സിനിമയിൽ ഇപ്പൊ നമ്മൾ ഫൈറ്റും നമ്മൾ ഓരോ ദിവസവും സിനിമ കൊണ്ട് പ്രാക്ടീസ് എന്നുള്ളതിന് ക്രിക്കറ്റിൽ പ്രാക്ടീസാണ്. അത് എത്രത്തോളം ബാക്കിയുള്ള മാനേജ്മെന്റ് നമുക്ക് തരും അത്രത്തോളം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. പേഴ്സണലി പോയി നമുക്കിപ്പോ ചേച്ചി ഈ നമ്മൾ ഫൈറ്റും ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം പോയി ക്രിക്കറ്റും കൂടെ കളിച്ചു കഴിഞ്ഞാൽ നമ്മള് ഫൈറ്റും സീനും ഡാൻസ് സീനൊക്കെ എടുക്കും. അറിയാലോ, ഷാജി സാറിന്റെ സിനിമയുടെ ഫൈറ്റ് സീന് സിംഹാസനത്തിൽ ഫൈറ്റ് ഉണ്ട്. പക്ഷെ കൂടെ പൃഥ്വിരാജായിരുന്നു. കാരണം ഈ പുള്ളി തളരാത്ത ഫൈറ്റ് ആളിയാണ്. പുള്ളി ഞാൻ പറയും, ഇടയ്ക്ക് നമ്മള് കൂട്ടുകാരന്മാരും കൂടെ കണ്ടിടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്തില്ലേ, എന്താ മുത്തപ്പൻ എന്ന് പറഞ്ഞ, അത് ശരിക്കും നല്ലൊരു ക്യാരക്ടർ ആയിരുന്നില്ലേ ചേച്ചി? അത് പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ കഥ ആസ്പദമാക്കിയ ഒരു സിനിമയാണ്. അത് ഈ പറയുന്ന പോലെ കണ്ണൂരുള്ള ഒരു ടീം, നമ്മുടെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടാ, അദ്ദേഹം അതിനുമ്പ് പാതി എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പൊ അദ്ദേഹം ആ കഥയായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താ പറയുക, ഈ കൊച്ചുണ്ണി ചെയ്തിട്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ ചില വീടുകളിൽ അപ്പൊ എല്ലാവരും നല്ല കള്ളൻ എന്നൊക്കെ പറയും. അപ്പൊ ചില വീട്ടുകളിൽ ചെന്നിരിക്കുമ്പോഴേ ഈ കരണ്ടൊക്കെ പോകുമ്പോൾ എഴുന്നേറ്റ് പോകാൻ പേടിയാണ്. കാരണം എന്തെങ്കിലും കാണാതായ പിന്നെ നമ്മുടെ തലയില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു കള്ളനാണെങ്കിലും ചിലപ്പോൾ തമാശക്കെങ്കിലും അവർക്ക് തോന്നിയേക്കാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറെ കാലത്തിന് ശേഷം ഒരു ദൈവം, അതായത് മുത്തപ്പൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആ ദൈവത്തിന്റെ ക്യാരക്ടർ. അപ്പൊ ഞാൻ ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്, എന്റെ ഏത് സൈഡിൽ നോക്കിയിട്ടാണ് ഒരു ദൈവത്തെ പോലെ ഇരിക്കുന്നത്. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ശ്രീ മുത്തപ്പൻ എന്ന് പറയുമ്പോൾ മണിക്കുട്ട മനുഷ്യരിൽ, അതായത് ജനങ്ങളുടെ ഒരാളായിട്ടുള്ള ഒരു ഈശ്വരനാണ്. അപ്പൊ തീർച്ചയായിട്ടും മണിക്കുട്ടന്റെ രൂപം തന്നെ ആയിരിക്കാം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം തന്ന കോൺഫിഡൻസ് ആണ്. എന്നാ പിന്നെ കള്ളനെ വിട്ടിട്ട് ദൈവത്തെ. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള കഥാപാത്രം നമ്മളെ തേടി വരുന്ന ഭയങ്കര പാടാണ് ചേച്ചി. കാരണം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാവരും സെലക്ട് ചെയ്യണമെന്നില്ല.
പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ വന്ന സമയത്ത് അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും എന്നിലേക്ക് വന്നു. നമ്മൾ ചെന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരാഴ്ച മുമ്പ് പറശ്ശിനിക്കടവത്തിൽ, കാരണം എനിക്ക് കണ്ണൂർ സ്ലാങ് കിട്ടാൻ പാടാണ്. അങ്ങനെ പറശ്ശിനിക്കട അമ്പലത്തിൽ പോയി, അമ്പലത്തിൽ നിന്നാണ് ഞാൻ അതിൻ്റെ യാത്ര. അതിനുശേഷം ഞാൻ വ്രതം എടുത്തു, ഞാൻ നോൺ വെജ് ഒക്കെ കഴിക്കണം നിർത്തി. ആ ഒരാഴ്ച ഞാൻ അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നു. കാരണം നമ്മളെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ വിശ്വാസവും ഒരുപാട് പേരുടെ ഒരു പ്രത്യാശയാണ് പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന അമ്പലം. അപ്പൊ നമ്മൾ ആ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിന്റെ സീരിയസ്നെസ് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്തു. സിനിമ എല്ലാവരിലേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല, കാരണം ഈ പറയുന്ന പോലെ അതൊരു ചെറിയ ബഡ്ജറ്റ് സിനിമയാണ്. പക്ഷെ കണ്ടവരെല്ലാവരും നമ്മുടെ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മണിക്കുട്ടന്റെ ലൈഫിൽ കിട്ടിയ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തു പറയാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് തന്നെ. ഇപ്പൊ കായംകുളം കൊച്ചുണ്ണി ആയാലും ശരി, മുത്തപ്പൻ ഈ പറഞ്ഞ പോലെ എല്ലാവരിലേക്കും എത്തിയില്ലെങ്കിലും നമ്മൾ ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മൾ നല്ലൊരു ക്യാരക്ടർ ചെയ്തെന്നുള്ളൊരു സാറ്റിസ്ഫൈഡ്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു എന്താ പറയാ, ആ ഒരു ജേർണി നമ്മൾ അത്രയും കഷ്ടപ്പെടുമ്പോൾ ആ ഹൈറ്റ്സിലേക്ക് നമ്മൾ എത്തണം. അതെ അതെ അതെ. അല്ല, ഞാൻ ചേച്ചി പറഞ്ഞ പോലെ സിനിമയ്ക്ക് വേണ്ടി വേർപ്പൊഴുകിയിട്ടുണ്ടോ സിനിമ തരും. തീർച്ചയായും. ഇതുവരെ ഞാൻ ചോദിച്ചു, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് അങ്ങ് ഇറങ്ങി. എന്ത് ധൈര്യത്തിൽ ഇറങ്ങി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അങ്ങ് ഇറങ്ങി ഒരു പക്ഷെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഒരു, എൻ്റെ അമ്മയും പപ്പയും എന്നോട് സംസാരിച്ചോടാ, ഇത് നിനക്ക് വേണോ? കാരണം അവർക്ക് ഓക്കെ, പപ്പ KSRTC ഉണ്ടായിരുന്നു. ആ സമയത്ത് പപ്പയ്ക്ക് ജോലി കിട്ടി, പിന്നെ കുഴപ്പമില്ല. ചേച്ചിമാരുണ്ട്, അവർ വിദ്യാഭ്യാസ യോഗ്യതരാണ്, ഒരാൾക്ക് ജോലിയുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്റെ ലൈഫ് എന്തായി പോകുന്നുള്ളത് അവർക്ക് സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും സിനിമയെ തന്നെ വിശ്വസിച്ചു, കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയാം എന്തായാലും ഇതിലിറങ്ങി, ഇനി ഇതിൽ തന്നെയാണ്. പക്ഷെ സിനിമ ഇല്ലാത്ത സമയത്ത് ക്രിക്കറ്റ് വന്നു, ക്രിക്കറ്റും ഇല്ലാത്ത സമയത്ത് സ്റ്റേജ് ഷോകളുണ്ടായി. ഈ സ്റ്റേജ് ഷോ ഇതും ഇല്ലാത്ത സമയത്ത് എനിക്ക് ടെലിവിഷൻ ഷോ വന്നു. പിന്നെ എനിക്ക് പറയുന്ന പോലെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രോഗ്രാമിന് പോയി, അവിടെ എനിക്ക് വിൻ ചെയ്യാൻ പറ്റി. അപ്പം ഇതെല്ലാം സിനിമ തരുന്നത്. ഞാന് സിനിമയാണ് ചേച്ചി അതിൽ വിശ്വസിക്കുന്നത്. കാരണം തരുമോ, സിനിമ നമ്മൾ സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിച്ച സിനിമ നമ്മളെയും സ്നേഹിക്കും. ഒരുപക്ഷെ സക്സസ് മറ്റുള്ളവർ കാണുമ്പോഴത്തേനും സക്സസ്, പക്ഷെ എനിക്ക് 3 നേരം ആഹാരമുണ്ട്, ഞാൻ ഒരു വീടുണ്ട്, ആരത്തും പോയി 5 പൈസ കടം വാങ്ങിക്കേണ്ട അവസ്ഥ ദൈവം തച്ചൂട്ട് എനിക്ക് ഇതിലുണ്ടാക്കിയിട്ടില്ല, സിനിമ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച്, എന്നെയും എന്റെ പ്രേക്ഷകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മണിക്കൂട്ടൻ ഇനി നിറഞ്ഞു നിക്കണം. അതായിരിക്കും ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഷോ വിൻ ചെയ്തേ. അതേപോലെ ഈ പറഞ്ഞാല് ഞങ്ങള് കുടുംബ പ്രേക്ഷകർ എല്ലാവരും ഞങ്ങളുടെ മണിക്കൂറിന് വേണ്ടി ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കും. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. എന്തായാലും മോനെ, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. അതേപോലെ നീ സ്നേഹിക്കുന്ന നല്ലൊരു പെങ്കൊച്ചു വരട്ടെ. ഞാൻ ആലോചിക്കുന്നതായിരിക്കും. എന്റെ പ്രേക്ഷകരും കണ്ടെത്തുകയാണെങ്കിൽ ഞങ്ങളെ സമീപിക്കും. എന്തായാലും താങ്ക് യു ചേച്ചി, എന്നെ ഇവിടെ വിളിച്ചതിലും ഇന്ന് മനോഹരമായ ഫുഡ് തന്നതിലും ഇത്ര നേരം സംസാരിച്ചതിലും താങ്ക്സ്. താങ്ക് യു.